ओम गुरुब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्सः सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। कृष्णं वन्दे ജഗദ്ഗുരും. ഗുരുക്കന്മാരുടെ പാദകമലങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ ആധ്യാത്മിക ഈ സത്സംഗത്തിൽ ശ്രോതാക്കളായി വന്നിട്ടുള്ളവർക്ക് എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ സത്സംഗം ആരംഭിക്കുന്നു. നാം തൈത്തിരീയ ഉപനിഷത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലേക്കുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് അന്നബ്രഹ്മ ഉപാസക വ്രതം എന്നാണ് ഈ ഭാഗങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അന്നബ്രഹ്മ ഉപാസകൻ, ആ ഉപാസന എങ്ങനെയാണ് ഒരു സാധകൻ അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ഉപനിഷത്ത് നമുക്ക് ഉപദേശിച്ചു തരുന്നു. അതിൽ 9ാമത്തെ അനുവാദം അന്നം ബഹു കുർവീത എന്നുള്ളത്. അതുപോലെ 10ാമത്തെ അനുവാദത്തിൽ ന കഞ്ചന വസതൗ പ്രത്യാചക്ഷീത, നമ്മുടെ വീട്ടിലേക്ക് അന്നം യാചിച്ചു വരുന്ന അതിഥികളായി വരുന്നവരെ ഒരിക്കലും തിരിച്ചയക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളും, എങ്ങനെയാണ് ഈ അന്നബ്രഹ്മ ഉപാസന നമുക്ക് ഫലപ്രദമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുമെല്ലാം ഉപനിഷത്ത് വ്യക്തമാക്കി തരുന്നു. അതിന്റെ വിശദീകരണങ്ങളിലേക്കാണ് നാം ഇപ്പോൾ കിടക്കുന്നത്. അതായത് ഈ അന്നബ്രഹ്മ ഉപാസന നടത്തുന്ന ആ വ്യക്തി എന്തെല്ലാമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം താമസിക്കാൻ എത്തുന്ന അതിഥിക്ക് വാസേജദത്തെ അവശ്യം ഹി അശനം ദാതവ്യം. അതായത് അയാൾക്ക് നമ്മുടെ വീട്ടിൽ എത്തുന്ന അതിഥിക്ക് താമസിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ തീർച്ചയായും അതോടൊപ്പം തന്നെ ഭക്ഷണം നൽകേണ്ടതാണ്. അശനം ദാതവ്യം. തസ്മാത് യയാ കയാച വിധയ ഏനകേന പ്രകാരേണ ബഹുവന്നം പ്രാപ്നുയാത്. അന്നം സൂക്ഷിച്ചു വയ്ക്കുക, അതായത് ഉപഭോഗ സാധനങ്ങൾ നാം ആർജിച്ച് സമ്പാദിച്ചു വെക്കേണ്ടതാണ്. യസ്മാത് അന്നവന്തോ വിദ്വാംസോ അഭ്യാഗതായ അന്നാർത്ഥിനെ അരാധി സംസിദ്ധം അസ്മാ അന്നമിത്യാചക്ഷത്തെ നാസ്തീതി പ്രത്യാഖ്യാനം കുർവന്തി. ഒരിക്കലും അന്നമില്ല എന്ന് തിരിച്ചയക്കാതെ അവർക്ക് അന്നം യാചിച്ചു വരുന്ന അഭ്യാഗതായ അന്നാർത്ഥിനെ അരാധി സംസിദ്ധം, സിദ്ധമാക്കിക്കൊണ്ടുള്ള അവർക്ക് സിദ്ധമായ വസ്തുക്കൾ എങ്ങനെയാണോ നൽകുന്നത്, തസ്മാച്ച ഹേതോ അതിനു വേണ്ടി ബഹുവന്നം പ്രാപ്നിയാത് എന്ന്. അപ്പോ അന്നദാനത്തിന്റെ മാഹാത്മ്യമാണ് ഇവിടെ പറയുന്നത്. ആനുഷംഗികമായിട്ട് അന്നദാനത്തിന്റെ മാഹാത്മ്യം പറയുന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ, യഥാ യത്കാലം പ്രയച്ഛത്യന്നം തഥാ തത്കാലമേവ പ്രത്യുപനമതേ. എങ്ങനെ? അപ്പോൾ തന്നെ അതിന്റെ ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അന്നം ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിച്ച വ്യക്തിയുടെ മനസ്സിലും ആത്മാവിലും ഉണ്ടാകുന്നതായ തൃപ്തി, ആ തൃപ്തിയാണ് നമുക്ക് ഫലഹേതുവായി തീരുന്നതും. ഏതദ്വാ അന്നം മുഖത്തോ മുഖ്യേ വർത്തയസി, അക്കാര്യങ്ങളൊക്കെ നാം ഇന്നലെ ചർച്ച ചെയ്തു. അതായത് ചെറുപ്പകാലത്ത്, അതായത് പൂജാപുരസ്സരം അഭ്യാഗതായ അന്നാർത്ഥിനെ രാത്രം സിദ്ധം പ്രേക്ഷതീതി വാക്യശേഷ തസ്യ കിം ഫലം സ്യാത്. അതായത്
ഏത് രീതിയിൽ കൊടുത്താലും, ഉത്തമമായ രീതിയിൽ കൊടുത്താലും മധ്യമമായ രീതിയിൽ കൊടുത്താലും, ഇനി കനിഷ്ഠപക്ഷത്തിൽ ഏതോ ചില രീതിയിൽ ചിലപ്പോൾ ധാന്യം വേണ്ടത്ര ഉണ്ടായില്ലെന്ന് വരും. അപ്പോൾ അതനുസരിച്ച് ഇപ്പൊ ചോദിച്ചതുപോലെ ഈ പഞ്ചഭക്ഷ്യങ്ങളോട് കൂടിയ ഊണ് കൊടുത്തില്ലെങ്കിലും കഞ്ഞിയെങ്കിലും കൊടുക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും അത് ആ അന്നാർത്ഥിയായി വരുന്നവന് തൃപ്തി നൽകുന്നു എന്നുള്ളതുമാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണല്ലോ ഭിക്ഷയാചിച്ചു വന്ന ബാലശങ്കരന് ആ അമ്മ തൻ്റെ ഗൃഹത്തിലെ ആ ദാരിദ്ര്യസ്ഥിതി കൊണ്ട് വളരെയധികം വിഷാദം അനുഭവിക്കുന്നതായ ആ അമ്മ വളരെ ക്ലേശിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ആ ഒരു നെല്ലിക്ക, ആ നെല്ലിക്ക ബാലശങ്കരന്റെ ഭിക്ഷാപാത്രത്തിൽ നൽകിയപ്പോൾ ആ വിഷമവും ആ കണ്ണീരും കണ്ട് മനസ്സിലാക്കിയ ശങ്കരൻ തൻ്റെ ദിവ്യശക്തി കൊണ്ട് അപ്പോൾ തന്നെ ഈ സമ്പത്തിന്റെ അധിദേവതയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും ആ സുവർണ ആമലക, സുവർണ നെല്ലിക്ക അങ്ങനെ ഒരു മഴ പോലെ വീഴ്ത്തുകയും ചെയ്ത കഥ നമുക്കറിയാം. അംഗം ഹരേഹേ പുളകഭൂഷണം ആശ്രയന്തി ഭൃംഗാംഗനേപ മുകുലാഭരണം തമാലം അംഗീകൃതാകില വിഭൂതിരപാങ്കലീലാമ അംഗല്യദാസ്തു മമ മംഗളദേവതായാഹ എന്നാരംഭിക്കുന്നതായ ആ സ്തോത്രം, കനകധാരാ സ്തോത്രം ചൊല്ലി സ്വർണ്ണ നെല്ലിക്ക മഴ പോലെ പെയ്യിക്കുകയും ചെയ്തതായ കഥ നമുക്കറിയാം. അപ്പോ യാചിച്ചു വരുന്ന, ഭിക്ഷ യാചിച്ചു വരുന്ന, അന്നം യാചിച്ചു വരുന്ന വ്യക്തിയെ ഒരിക്കലും തിരിച്ചയക്കരുത് എന്ന് അന്നദാനത്തിന്റെ മാഹാത്മ്യം, ഇവിടെ ഈ ഉപനിഷത്തിൽ പറഞ്ഞ മാഹാത്മ്യത്തിന്റെ ഒരു ആ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് ശ്രീ ശങ്കരാചാര്യരുടെ ആ ജീവചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഈ ഉപാസനാ പ്രകാരം എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. ക്ഷേമയിതി വാചി എന്ന്. അപ്പോൾ വാക്കിൽ ക്ഷേമരൂപത്തിൽ ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടതാണ്. വാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് അത് ഈ ബ്രഹ്മത്തെ വാക്കിൽ ബ്രഹ്മം വാക്കിൽ ക്ഷേമരൂപത്തിൽ പ്രതിഷ്ഠിതമായതുകൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് നാം വശ്യവാക്കുകൾ, അതായത് നാം നല്ലത് മാത്രമേ പറയാവൂ എന്ന്. കാരണം നല്ലത് പറയുന്ന ആ വാക്കിൽ, നല്ലത് പ്രകടിപ്പിക്കുന്നതായ നന്മ നിറഞ്ഞ വാക്കിൽ ക്ഷേമരൂപത്തിലാണ് ബ്രഹ്മം കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹിതവാചി എന്ന് പറയുന്നത്. ഹിതമായത് പറയണം എന്ന്. ഇനി ക്ഷേമ ഇതി വാചി, ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ? ഉപാത്ത പരിരക്ഷണം, കിട്ടിയതിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷേമം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചതിനെ നാം ഏത് തന്നെ ആയാലും അത് നാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നർത്ഥം. അത് പാഴാക്കി കളയരുത് എന്ന്. ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ക്ഷേമ ഇതി വാചി ബ്രഹ്മ വാചി ക്ഷേമരൂപേണ പ്രതിഷ്ഠിതം ഇത്യുപാസ്യം. ബ്രഹ്മ ഉപാസനയുടെ നാനാപ്രകാരങ്ങളെയാണ്, അതായത് നമ്മുടെ ജീവിതചര്യ എല്ലാം തന്നെ ബ്രഹ്മോപാസനയാക്കി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഉപനിഷത്ത് ഉപദേശിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക. യോഗക്ഷേമ ഇതി യോഗ അനുപാത്തസ്യ ഉപാദാനം. യോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ലഭിക്കാത്തത് ലഭിക്കുമ്പോൾ അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, അവൻ യോഗമുള്ളവനാണ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു ലോട്ടറി അടിച്ചാൽ എന്താ ബമ്പർ ടിക്കറ്റ് 20 കോടിയുടെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവന് യോഗമുണ്ട്, മഹായോഗമാണ് എന്ന് പറയും. ഉപാത്തസ്യ
സംരക്ഷണം, പരിരക്ഷണം. ഈ കിട്ടിയത് സൂക്ഷിച്ചു വെക്കണം, വേണ്ട രീതിയിൽ ഉപയോഗിക്കണം, പാഴാക്കരുത്. അതിനെയാണ് ക്ഷേമം എന്ന് പറയുന്നത്. യോഗക്ഷേമവും യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയെ അരുളി ചെയ്തതാണല്ലോ. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞതിന് മുമ്പ് അദ്ദേഹം പറയാണ് യോഗക്ഷേമം വഹാമ്യഹം. ഈ പ്രപഞ്ചത്തിന്റെ യോഗക്ഷേമം മുഴുവനും എൻ്റെ കൈകളിലാണുള്ളത് എന്ന്. അപ്പോ തൗഹി യോഗക്ഷേമോ പ്രാണാപാനയോഹോ. അടുത്തത് പറയാണ് പ്രാണാപാനയോഹോ. പ്രാണനിലും പ്രാണാപാനങ്ങളിൽ ബലവത്തോഹോ സതോർ ഭവത്തോ പ്രാണാപാന നിമിത്തൗ എന്നാണ്, ബ്രഹ്മനിമിത്തൗ. അപ്പൊ ബ്രഹ്മം യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കണം, പ്രാണനും അപാനനും. കാരണം ഇവ രണ്ടും നമ്മുടെ ജീവസന്ധായകമായ നമ്മുടെ ശരീരാന്ത സഞ്ചാരിയായ വായു പ്രാണൻ, അപാനൻ, ഇവ രണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. അങ്ങനെ ബ്രഹ്മം യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപാസിക്കണം. അതേപോലെ തന്നെ കർമ്മേതി ഹസ്തയോഹോ എന്ത് അടുത്തത് കർമ്മേതി ഹസ്തയോഹോ. ഇനി കർമ്മസ്വരൂപമായി എവിടെ? കൈകളിൽ. കാരണം കർമാനുഷ്ഠാനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അവയവമാണ് കൈകൾ. അപ്പൊ ഹസ്തങ്ങളിൽ കർമ്മസ്വരൂപമായി ബ്രഹ്മത്തെ ഉപാസിക്കണം. ഇനി പായു എന്ന് പറഞ്ഞാൽ ഗുദം എന്നർത്ഥം. അവിടെ വിസർജന രൂപത്തിലാണ് ബ്രഹ്മത്തെ കാണേണ്ടതും. ഇങ്ങനെ ഉള്ളവയെല്ലാം ഇതി മാനുഷി സമാജ്ഞാഹ വിമുക്തിരിതി പായൗ ഗതിരിതി പാദയോഹോ. അടുത്തത് പാദയോഹോ, കാലുകളിൽ ഗതി, അതായത് നടത്തം, പലതരത്തിലുള്ള ചലനം, ഇവയെല്ലാം കാലുകൾ കൊണ്ടായതുകൊണ്ട് അവിടെ ബ്രഹ്മത്തെ ആ രീതിയിൽ നാം കണ്ടു ഉപാസിക്കണം. ഇനി ഗതിരിതി പാദയോഹോ വിമുക്തിരിതി പായൗ ഇത്യേതാ മാനുഷീഹി മനുഷ്യേഷു ഭാവാഹ മാനുഷ്യഃ സമാജ്ഞാഃ. സമാജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. ഇങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്. യശ ഇതി പശുഷു. ഇനി അടുത്തത് ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇത് മാനുഷി അഥ ദൈവീഹി. അടുത്തത് പറയാണ്. ഇനി ഇതിനു ശേഷം ദേവേഷു ഭവാഹ സമാജ്ഞാഃ എന്നാണ്. ദേവേഷു ഭവാഹ, ദേവന്മാരിലുള്ള, അതായത് ആദി ദൈവികങ്ങളായ ഉപാസനകൾ. എങ്ങനെയാണ് നാം ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടത്, ബ്രഹ്മത്തെ കാണേണ്ടത് എന്ന് പറയുന്നു. തൃപ്തിരിതി വൃഷ്ടൗ. വൃഷ്ടേഹേ അന്നാദിദ്വാരേണ തൃപ്തി ഹേതുത്വാത്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതായ ധാന്യ സമൃദ്ധി, അന്നസമൃദ്ധി. അങ്ങനെ തൃപ്തി രൂപത്തിൽ വൃഷ്ടിയിലും. അപ്പോ ബ്രഹ്മം തന്നെയാണ് തൃപ്തിയാത്മന വൃഷ്ടവും അവസ്ഥിതം എന്നാണ് ഭാഷ്യത്തിൽ പറയുന്നത്. ബ്രഹ്മൈവ തൃപ്തിയാത്മന, തൃപ്തി രൂപത്തിൽ വൃഷ്ടിയിൽ പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി ഉപാസിക്കണം. അതേപോലെ അന്യേഷു തേന ആത്മന ബ്രഹ്മൈവ ഉപാസ്യം ബലരൂപേണ വിദ്യുതി. ഏറ്റവും ബലവത്തായത് വിദ്യുത്താണ്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്, ബലമുള്ളതായ വിദ്യുത്ത്, മിന്നൽ പിണരുകൾ. യശോരൂപേണ പശുഷു. യശസ് ആയി പശുക്കളിൽ യശസ്സായും, യശസ് എന്ന രീതിയിൽ. ജ്യോതിരിതി നക്ഷത്രേഷു. ജ്യോതിഹി പ്രകാശം. എവിടെ? നക്ഷത്രങ്ങളിൽ.
ജ്യോതിരൂപേണ നക്ഷത്രേഷു. ഇനി പ്രജാതി അമൃതം. പ്രജകളിൽ, പ്രജാതി എന്ന് പറഞ്ഞാൽ സന്താനോത്പത്തി എന്നാണ് അർത്ഥം. സന്താനോത്പത്തി, അതായത് അതിൽ അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം, അമൃതത്വപ്രാപ്തി. പ്രജാതിരമൃതം, അമൃതത്വപ്രാപ്തി, മോക്ഷപ്രാപ്തി. പുത്രേണ ഋണവിമോക്ഷദ്വാരേണ, പുത്രനിലൂടെ ഋണവിമോചനം സാധ്യമാകുന്നു, കടൻ തീർക്കുകയാണ്. അങ്ങനെ ഇനി ആനന്ദ. പ്രജാതിരമൃതം ആനന്ദ ഇത്യുപസ്ഥേ. ഉപസ്ഥത്തിൽ ആനന്ദരൂപത്തിൽ ബ്രഹ്മൈവ അനേന ആത്മനോ ഉപസ്ഥേ പ്രതിഷ്ഠിതം ഇത്യുപാസ്യം സർവം ഹി ആകാശേ പ്രതിഷ്ഠിതം. അതോ സർവമിത്യാകാശേ എന്ന്. ആകാശം എന്ന് പറയുന്ന ആ മഹത്തായ ആ പ്രപഞ്ച വിലാസത്തിൽ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിനെയും ബ്രഹ്മമായി നാം ഉപാസിക്കേണ്ടതാണ്. ഇതിന്റെ ഈ ഉപാസന നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങളിൽ കർമ്മേന്ദ്രിയം കൊണ്ടും ജ്ഞാനേന്ദ്രിയം കൊണ്ടും നാം അനുഷ്ഠിക്കുന്നതായ ഈ വ്യവഹാരങ്ങളിൽ എല്ലാം തന്നെ ബ്രഹ്മോപാസനയെ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഇവിടെ ഉപനിഷത്ത് വിവരിച്ചു തരുന്നത്. ഇത് തന്നെയാണ് വളരെ പുഷ്ടമായ സാഹിത്യ ഭാഷയിൽ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ മനസ്സിലാക്കി തരുന്നത്. ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരചന എന്ന്. ജപോ ജൽപ, നാം എന്തു പറഞ്ഞാലും ജൽപ്പം. ജൽപ്പം എന്ന് പറഞ്ഞാൽ വെറുതെ പൊലമ്പുക എന്നുള്ളത്, പറച്ചിൽ, ചലബല പറച്ചിൽ, അത് തന്നെ ജപമാണ്. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാവിരചന. എല്ലാം മുദ്രാവിരചന, കൈകാലുകൾ കാണിക്കുന്നതെല്ലാം തന്നെ മുദ്രകളാണ്, ചലനമെല്ലാം മുദ്രകളാണ്. ഗതി പ്രാദക്ഷിണ്യം, നടന്നു പോകുന്നതൊക്കെ അല്ലയോ ദേവി ഭഗവതി അങ്ങയുടെ പ്രദക്ഷിണങ്ങളാണ്. ഗതി പ്രാദക്ഷിണ്യ ക്രമണം അശനാത് ആഹുതി വിധി. ഞാൻ ഭക്ഷിക്കുന്നതോ അത് അങ്ങക്ക് നൽകുന്നതായ, അമ്മയ്ക്ക് നൽകുന്നതായ നിവേദ്യമാണ്, ആഹുതിയാണ്. പ്രണാമ സന്ദേശ, കിടക്കുമ്പോൾ, വെറുതെ കിടക്കുമ്പോൾ, നിലത്ത് കിടക്കുമ്പോൾ, ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കുമ്പോൾ ഉള്ളത് തീർച്ചയായും അത് പ്രണാമമാണ്. അങ്ങയ്ക്കുള്ള, അമ്മയ്ക്കുള്ള പ്രണാമമാണ്, നമസ്കാരങ്ങളാണ്. സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവഭവതുയന്മേ വിലസിതം. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മേന്ദ്രിയം കൊണ്ടും ജ്ഞാനേന്ദ്രിയം കൊണ്ടും ഞാൻ അനുഷ്ഠിക്കുന്നതായ സകല തരത്തിലുള്ള ചലനങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെ അത് ഭഗവത് സേവയാണെന്ന് സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉപനിഷത്തിന്റെ സാരം ഗ്രഹിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികൾ തൻ്റെ സുപ്രസിദ്ധമായ സൗന്ദര്യലഹരി എന്ന സ്തോത്രത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നത്. ഇനി സർവമിത്യാകാശേ തത്പ്രതിഷ്ഠേത്യുപാസീത. ആകാശം ബ്രഹ്മമാണ്, ആകാശം മഹത്വമാണ്, മഹാനാകാശ ഏറ്റവും വിസ്തൃതമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ സൂചിപ്പിക്കുവാൻ മനസ്സിലാക്കി തരുന്നതായ ഒരു അടയാളം ആകാശമാണ്. അതുകൊണ്ട് ആകാശത്തിൽ എല്ലാ തരത്തിലുള്ള മഹത്വവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രതിഷ്ഠാ ഗുണോപാസനാത് പ്രതിഷ്ഠാവാൻ ഭവതി. ഇതിങ്ങനെ മനസ്സിലാക്കി ഉപാസിക്കുന്നവൻ പ്രതിഷ്ഠാവാൻ ഭവതി, പ്രതിഷ്ഠയുള്ളവനായിത്തീരുന്നു, വ്യവസ്ഥിതനായിത്തീരുന്നു. ഏവം സർവേഷ്വപി യദ്യത്ര അധികതം ഫലം തത് ബ്രഹ്മൈവ തദുപാസനാ തദ്വാൻ ഭവതീതി ദ്രഷ്ടവ്യം. തം യഥോപാസത്തെ തദൈവ ഭവതി എന്ന് വേറെ ശ്രുതികളുമുണ്ട്. ഇതിനെ അനുരൂപമായിട്ടുള്ള മറ്റ് ശ്രുതികളും ഇവിടെ കാണപ്പെടുന്നു എന്ന് ഭാഷ്യത്തിൽ ആചാര്യൻ മനസ്സിലാക്കി തരുന്നു. അതായത് ഈ എല്ലാത്തിലും ആകാശത്തിൽ എല്ലാം പ്രതിഷ്ഠിതമായിട്ടുള്ളത് കൊണ്ട് ആകാശത്തിൽ സർവവുമായി ബ്രഹ്മത്തെ ഉപാസിക്കണം. ആകാശം ബ്രഹ്മം തന്നെയാകുന്നു. അതിനാൽ ആകാശത്തെ സർവ വസ്തുക്കൾക്കും പ്രതിഷ്ഠയായി കണക്കാക്കണം. അങ്ങനെ പ്രതിഷ്ഠയോടുകൂടി ഉപാസിച്ചാൽ അവൻ പ്രതിഷ്ഠയുള്ളവനായി തീരും. ഇപ്രകാരം
അവയെ ഉപാസിക്കുന്നത് കൊണ്ട് അതാത് ഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബ്രഹ്മത്തെ ഏതെല്ലാമായി ഉപാസിക്കുന്നുവോ അതായി തന്നെ തീരും എന്ന് വേറെ ഒരു ശ്രുതിയുമുണ്ട്. അതാണ് തം യഥാ യഥോപാസത്തെ. മാണ്ഡുക്യ ബൃഹദാരണ്യത്തിലാണെന്ന് തോന്നുന്നു ആ ശ്രുതി. തം യഥാ യഥോപാസത്തെ തദൈവ ഭവതി. ഇനി തൻ നമ ഇത്യുപാസീത. അതിനെ നമഃ, നമഃ എന്ന് പറഞ്ഞാൽ നമന ഗുണം എന്ന് പറയുമ്പോൾ വിനയം, വിനയഗുണം ഉള്ളവനായി അതിനെ ഉപാസിക്കുമ്പോൾ നമ്യന്തേ അസ്മൈ കാമാഹ. ഭോഗ്യ വിഷയങ്ങളെല്ലാം, കാമങ്ങളെല്ലാം ആ വ്യക്തിക്ക് അസ്മൈ നമ്യന്തേ, ഈ വ്യക്തിയിലേക്ക് വഴങ്ങിത്തരുന്നു എന്നർത്ഥം. അപ്പൊ നമന വിഷയമായി ബ്രഹ്മത്തെ ഉപാസിച്ചാൽ, ഏറ്റവും വിനയഭാവത്തോടു കൂടി വിനയ രൂപത്തിൽ ബ്രഹ്മത്തെ ഉപാസിച്ചാൽ എല്ലാ തരത്തിലുമുള്ള ഭോഗ്യ വിഷയങ്ങളെല്ലാം ഇയാൾക്ക് നമനം ചെയ്യും. ഈ വ്യക്തിയെ, ഈ സാധകനെ നമനം ചെയ്യും, വഴങ്ങിത്തീരും എന്നർത്ഥം. ഇനി അതിനെ ബ്രഹ്മണ പരിമരഃ ഇത്യുപാസീത. തദ് ബ്രഹ്മേത്യുപാസീത ബ്രഹ്മവാൻ ഭവതി. നമ്യന്തേ അസ്മൈ കാമാഹ തദ് ബ്രഹ്മേത്യുപാസീത ബ്രഹ്മവാൻ ഭവതി എന്ന്. അടുത്തത് തദ് ബ്രഹ്മേത്യുപാസീത ബ്രഹ്മവാൻ ഭവതി. അങ്ങനെ ബ്രഹ്മത്തിനെ ഇനി ബ്രഹ്മണ പരിമരഃ. പരിമരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സ്വീകരിക്കുന്നത്, സംഹാര സാധനം, സംഹരിക്കുക, തന്നിലേക്ക് സ്വീകരിക്കുക. അങ്ങനെ ബ്രഹ്മത്തെ മനസ്സിലാക്കിയാൽ, ഉപാസിച്ചാൽ മ്രിയന്തേ ദുഷന്ത സപത്നാഹ. ശത്രുക്കളെല്ലാവരും മ്രിയന്തേ പരിമ്രിയന്തേ, അവർ പ്രാണങ്ങളെ ഉപേക്ഷിക്കും, ശത്രുക്കൾ ഇല്ലാതായിത്തീരും എന്നർത്ഥം. പരിയേ അപ്രിയ ഭ്രാതൃഭ്യാഹ. അതായത് അപ്രിയരായ, പ്രിയമില്ലാത്തവരായ ഭ്രാതൃവ്യന്മാർ, ബന്ധുക്കൾ എന്നർത്ഥം. ഭ്രാതൃവ്യാഹ എന്ന് പറഞ്ഞാൽ ഭ്രാതുപുത്രന്മാർ എന്നാണ് പറയുന്നത്, ബന്ധുക്കൾ. ആരൊക്കെ എതിരാളികളുണ്ടോ അവരെല്ലാം തന്നെ തേജ പരിമ്രിയന്തേ, ഇല്ലാതായിത്തീരുന്നു, ശത്രുത ഇല്ലാതായിത്തീരുന്നു. പുരുഷേ അയം യഹ സച്ച, അവനും ആദിത്യേ, ആദിത്യനുള്ള ആ തത്വവും അസൗ യഹ, അങ്ങ് ഉള്ളതാരോ സച്ച ഏകഃ എന്ന്. പരിയേണം പ്രിയന്തേ ദുഷന്ത സപത്നാഹ പരിയേ അപ്രിയ ഭ്രാതൃവ്യാഹ സയശ്ചായം പുരുഷേ യശ്ചാസാദിത്യേ. അതാണ് സന്ധ്യോപാസനയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ബ്രഹ്മൈവാഹമസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. പ്രത്യക്ഷമായി കാണുന്ന ഈ ആദിത്യനിൽ സയശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ എന്ന് പറയുന്നു. സ ഏകഃ. അപ്പോ ബ്രഹ്മത്തിന്റെ ഗുണങ്ങളുള്ളവനായിത്തീരും. ബ്രഹ്മത്തെ സംഹാരശക്തിയായി ഉപാസിച്ചാൽ ആരാണോ ദ്വേഷിക്കുന്നത് ആ ദ്വേഷ്യഭാവം ഇല്ലാതായിത്തീരും. ശത്രുക്കൾക്ക് മരിച്ചുപോകും എന്നുള്ളത് ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു ഭാഷ. ഇവിടെ ഈ പുരുഷനുള്ള ചൈതന്യവും അവിടെ ആ സൂര്യനുള്ള ചൈതന്യവും ഒന്നു തന്നെയാകുന്നു എന്ന് ഏകത്വം ഇവിടെ മനസ്സിലാക്കി തരികയാണ്. സയശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ. സൂക്ഷിച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ഒരു വാക്യമാണിത്. ഇനി അടുത്തത് തൻ മഹ ഇത്യുപാസീത. മഹഃ മഹത്വഗുണവത് തദുപാസീത മഹാൻ ഭവതി. അടുത്തത് പറയാണ് മഹഃ ഇത്യുപാസീത മഹാൻ ഭവതി. മഹത്വഗുണവത് ഉപാസീത മഹാൻ ഭവതി. തൻ മന ഇത്യുപാസീത മനനം മനഃ മാനവാൻ ഭവതി. അപ്പൊ ആകാശത്തെ മഹത്വഗുണത്തോട് കൂടിയതായി ഉപാസിക്കുമ്പോൾ മഹാനായിത്തീരും. അതിനെ മനനം എന്നുള്ള നിലയിൽ, മനനം എന്ന് പറയാറുണ്ടല്ലോ, നാം കേട്ടറിഞ്ഞത്, ഗുരുമുഖമായി അറിഞ്ഞത്, നാം മനസ്സിലാക്കിയത്, ഇതിനെ എല്ലാം നമ്മുടെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോഴാണ് അതിനെ മനനം എന്ന് പറയുന്നത്. അങ്ങനെ മനനം എന്നുള്ള നിലയിൽ ഉപാസിക്കുമ്പോൾ മനന സമർത്ഥനായിത്തീരും.
മാനവാൻ ഭവതി. മാനവാൻ എന്ന് പറഞ്ഞാൽ മനനസമർത്ഥ എന്നർത്ഥം. തന്നമ ഇത്യുപാസീത നമനം നമനഗുണവത്. നമനഗുണം, നമനഗുണത്തോടു കൂടി ബ്രഹ്മത്തെ ഉപാസിക്കുമ്പോൾ നമ്മുടെ കാമങ്ങളെല്ലാം ഭോഗ്യ വിഷയങ്ങളെല്ലാം നമുക്ക് വഴങ്ങിത്തീര അധീനമാകും എന്നർത്ഥം. ഇങ്ങനെ ബ്രഹ്മത്തിന്റെ ഈ ഉപാസന, നേരത്തെ പറഞ്ഞ ഈ പ്രാണോപ അന്നം ശരീരമന്നാദം എന്നു മുതൽ ആകാശം വരെയുള്ളതായ കാര്യവസ്തുക്കളെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. എന്താ? ആകാശാത് വായു, വായുർ അഗ്നി, അഗ്നേരാധാഭ്യ പൃഥിവി, പൃഥിവ്യാ ഓഷധയ ഓഷധീഭ്യോ അന്നമന്നാത് പുരുഷ എന്ന് പറഞ്ഞു. തിരിച്ച് പറയുമ്പോൾ പ്രാണങ്ങളിൽ നിന്നും അന്നത്തിൽ നിന്നും ഇവയെല്ലാം തുടങ്ങി ആകാശം വരെയുള്ളതായ കാര്യവസ്തുക്കളെല്ലാം തന്നെ അന്നവും അന്നാദവും ആകുന്നു. ഭോഗ്യമാണ്, ഭോഗ്യവസ്തുവും ആണ്. ഭോഗം, അതായത് ഭോക്താവാണ്, ഭോഗ്യവസ്തുവുമാണ് എന്ന് കിട്ടുന്നു. തേന ഏതത് സിദ്ധം ഭവതി കാര്യവിഷയേ യവ ഭോഗ്യഭോക്തൃത്വ കൃത സംസാര നതു ആത്മനി. ഇവയെല്ലാം കാര്യവസ്തുക്കളാണ്, ഉണ്ടാകുന്നവയാണ്, എവല്യൂട്ട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ടാണ് അവ ഭോഗ്യവുമാകുന്നു ഭോക്താവുമാകുന്നു. ആത്മനി, ആത്മാവ് ഭോക്താവുമല്ല ഭോഗ്യ വിഷയവുമല്ല. ആത്മനി തു ഭ്രാന്ത്യ ഉപചര്യത്തെ. പക്ഷെ ആത്മാവിൽ ഭോക്തൃത്വവും ഭോഗ്യ വിഷയത്വവുമെല്ലാം ആരോപിക്കപ്പെടുന്നു. തെറ്റിദ്ധാരണ കൊണ്ട്, മിഥ്യാജ്ഞാനം കൊണ്ട്, ഭ്രാന്തി കൊണ്ട് സംസാരത്തെ ബ്രഹ്മത്തിൽ നാം ഉപചരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. എന്നിട്ടോ ഈ ഉപാസനയുടെ ബലം കൊണ്ട് യശ്ചാസാവാദിത്യേസ ഏകഹ എന്ന് ഏകത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇവിടെ കുറെ ചർച്ചകളുണ്ട്. അനേന ജീവേന എന്നൊക്കെ പറഞ്ഞ വിശേഷ ശ്രുതി, ആ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അത്തത് സത്യം സ ആത്മാത്വമസി. ഇത് ഈ ജീവാത്മാവിനാണ് സംസാരം എന്ന് ഇവിടെ ഒരു ചർച്ചയുണ്ട്. ബ്രഹ്മത്തിനല്ല, ആത്മാവിനല്ല. ജീവത്വം എന്ന ഉപാധി ഉള്ളപ്പോൾ മാത്രമാണ് സംസാരം ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം, അപ്പൊ ജീവൻ ബ്രഹ്മം തന്നെ എന്ന് പറയുന്ന ശാസ്ത്രം ഇവിടെ കപിലൻ, കണാദൻ മുതലായവരുടെ തർക്കശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ജീവാത്മാവ് വേറെ പരമാത്മാവ് വേറെ എന്ന് പറയുന്ന അവരുടെയൊക്കെ ശാസ്ത്രങ്ങളുണ്ട്. കപിലമതം, അതായത് സാഖ്യമതം, കണാദൻ തർക്കശാസ്ത്രം, വൈശേഷിക ശാസ്ത്രത്തിന്റെ പ്രയോക്താവായ കണാദ മഹർഷി. അപ്പൊ ജീവൻ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നതായ ശാസ്ത്രം, തർക്കശാസ്ത്രം മുതലായവ, ആരുടെയൊക്കെ കപിലൻ, കണാദൻ മുതലായവരുടെ വിരോധം ഇതിന് ഉണ്ടാകുന്നുണ്ടല്ലോ. അവയും വൈദികമാണല്ലോ എന്ന് പറയുന്നു. അതായത് ഭോക്തൃത്വവും ഭോഗവിഷയത്വവും ആത്മാവിനില്ല എന്ന അദ്വൈത സിദ്ധാന്തത്തിന് വിരോധമാണല്ലോ ഇവർ പറയുന്നത് എന്ന് ചോദിച്ചാൽ വിരോധമില്ല. തേഷാം മൂലാഭാവേ വേദവിരോധേ ഭ്രാന്തത്വോപപത്തേഃ ശ്രുത്യുപപത്തിഭ്യാം ച സിദ്ധം ആത്മനോ അസംസാരിത്വം ഏകത്വാച്ഛ. അവയ്ക്ക് അഭിപ്രായങ്ങൾ വേദവിരുദ്ധങ്ങളായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നാണ് വിചാരിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. യദ്യപി അവർ വൈദികമായ പല സിദ്ധാന്തങ്ങളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ജീവാത്മാവ് വേറെ പരമാത്മാവ് വേറെ എന്ന ഭേദ സിദ്ധാന്തം അവർ അംഗീകരിക്കുന്നത് കൊണ്ട് അവരുടെ സിദ്ധാന്തങ്ങൾക്ക് പ്രാമാണികത്വമില്ല, മൂലമില്ലാതിരിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ വേദവിരുദ്ധങ്ങളുമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ആചാര്യൻ ഭാഷ്യത്തിൽ സമർത്ഥിക്കുകയാണ്. ഏകത്വം വഹിക്കുന്നതായ അദ്വൈതത്തിന് വിരോധമാണ് ഇവ. തേഷാം മൂലാഭാവേ വേദവിരോധീത്തെ ഭ്രാന്തത്വ ഉപപത്തേഃ. ആ കണാദനും കപിലനും പറഞ്ഞതായ തർക്കശാസ്ത്രങ്ങൾ, കപിലമതവും കണാദമതവും വൈശേഷിക മതം,
അവയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഭേദമാണ്. ജീവ ബ്രഹ്മ ഭേദം. ആ ഭേദത്തെ നിരാകരിക്കുന്നതാണ് അദ്വൈതം. അപ്പോൾ ഭേദം സമർത്ഥിക്കുന്നവരായ, ജീവബ്രഹ്മ ഭേദം അംഗീകരിക്കുന്നവരായ കവാദ കപില മഹർഷിമാരുടെ അഭിപ്രായങ്ങൾക്ക് മൂലമില്ല, പ്രമാണങ്ങളില്ല എന്നുള്ളതും അവരുടെ അഭിപ്രായങ്ങളെല്ലാം വേദവിരുദ്ധമാണ് എന്നും കൊണ്ട് മനസ്സിലാക്കി അവർക്ക് അവയെല്ലാം തെറ്റാണ് എന്നും വിചാരിക്കേണ്ടതാണ്. എന്നു മാത്രമല്ല, ശ്രുതി കൊണ്ടും യുക്തി കൊണ്ടും ആത്മാവ് അസംസാരിയാണ് എന്ന് സിദ്ധിക്കുന്നു. ആത്മാവിന് സംസാരിത്വം ഇല്ല. സംസാരിത്വം ഉള്ളത് പിന്നെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഭ്രാന്തി കൊണ്ട്, മിഥ്യാജ്ഞാനം കൊണ്ട്, ജീവൻ എന്ന ഉപാധി ഉള്ളത് കൊണ്ട് നാം നേരത്തെ പലതും മനസ്സിലാക്കി. സർവജ്ഞനും സർവശക്തിമത്വമാണ് പരമാത്മാവ് എങ്കിൽ ഈ ജീവൻ എന്ന ഈ ഉപാധി എങ്ങനെയുള്ളതാണ്? അല്പമാണ്, അല്പമാനുമാണ്. സുഖദുഃഖരൂപമായ സംസാരം ഉണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? സുഖദുഃഖം. സുഖദുഃഖ രൂപത്തിൽ കാണുന്നതായ ഈ നമ്മുടെ ഈ പ്രപഞ്ച നിർവഹണം, ഇത് ഭ്രാന്തി മൂലമാണെന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. കഥം ഏകത്വം ഉച്യത്തെ? ആത്മാവ്, ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ആത്മാവും ഈശ്വരനും ഒന്നാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, സ യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ ഇത്യേവമാദി പൂർവവത് സർവം എന്ന് പറയുന്നു. അപ്പോ ഈ പുരുഷനിൽ, ജീവ എന്ന് പറയുന്ന ഈ വസ്തുതയിൽ, ഈ ജീവാത്മാവിൽ ഉള്ളതായ തത്വവും യശ്ചാസാവാദിത്യേ, ആദിത്യൻ, ഈ കാണപ്പെടുന്നതായ മഹത്വം ഏറ്റവും ഏറിയതായ ആദിത്യനിലും ഉള്ള ആ തത്വവും ഏകഃ, ഒന്നു മാത്രമാണ്, ചൈതന്യം ഒന്നാണ്. ഇത്യേവം സയ ഏവം വിത്ത്, ഇങ്ങനെ ഇപ്രകാരം അറിയുന്നവൻ, ഇപ്രകാരം മനസ്സിലാക്കുന്നവൻ, അസ്മാൻ ലോകാത് പ്രേത്യ, ഇപ്രകാരം അറിയുന്നവൻ, ഏകത്വം മനസ്സിലാക്കുന്നവൻ എന്നർത്ഥം. ജീവ ഈശ്വര അഭേദം മനസ്സിലാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ ജീവൻ മുക്തൻ. ജീവൻ മുക്തൻ ആയ ഒരു വ്യക്തി, അയാൾ യഹ ആരോ, സഹ അവൻ, അസ്മാത് ലോകാത് ഈ ലോകത്തിൽ നിന്നും പ്രേത്യ ഇവിടെ വിട്ടുപോയിട്ട് പിന്തിരിഞ്ഞ്, ഏതം അന്നമയമാത്മാനമുപസംക്രമ്യ, അന്നമയമായ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് അതും കടന്ന് ഉപസംക്രമണം ചെയ്ത്, ഏതം പ്രാണമയമാത്മാനം ഉപസംക്രമ്യ, അടുത്തത് പ്രാണമയമായ, അന്നമയത്തിൽ നിന്നും സൂക്ഷ്മമായ പ്രാണമയമായ, പ്രാണമാണ് ആത്മാവ് എന്ന ആ ഒരു ധാരണയും കടന്ന്, അതായത് പ്രാണമയമായ ആത്മാവിനെയും ഉപസംക്രമിച്ചിട്ട്, ഏത മനോമയമാത്മാനം ഉപസംക്രമ്യ, മനോമയനായ ആത്മാവിനെ ഉപസംക്രമണം ചെയ്തു, വിജ്ഞാനമയമാത്മാനം ഉപസംക്രമ്യ, തുടർന്ന് ഏറ്റവും സൂക്ഷ്മമായ വിജ്ഞാനമയനായ ആത്മാവിനെയും ഉപസംക്രമിച്ചിട്ട്, ആനന്ദമയമാത്മാനം ഉപസംക്രമ്യ, ആനന്ദമയമായ ആത്മാവിനെയും ഉപസംക്രമിച്ചിട്ട്, കാമാന്നി ഇഷ്ടം പോലെ അന്നമുള്ളവനായും, കാമരൂപി ഇഷ്ടമനുസരിച്ചിട്ടുള്ള രൂപത്തോട് കൂടിയവനായും, ഇമാൻ ലോകാൻ ഈ ലോകങ്ങളിൽ അനുസഞ്ചരൻ സഞ്ചരിച്ചുകൊണ്ട്, ഏതത് സാമ ഗായന് ആസ്തേ ഈ സാമത്തെ, ഈ സാമമന്ത്രത്തെ ഗായന് ആസ്തേ. അപ്പൊ ഇപ്രകാരം അറിയുന്നവൻ ഈ ലോകത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ രൂപത്തിലൊക്കെ ഇതുവരെ കണ്ടിട്ടുള്ളതായ ആത്മസ്വരൂപങ്ങളെയെല്ലാം അതിക്രമിച്ചിട്ട് അവ കടന്ന്, ട്രാൻസെൻഡിങ് എന്നർത്ഥം,
ഇഷ്ടം പോലെ അന്നത്തോട് കൂടിയവനായി, ഭോഗ്യവസ്തുക്കളോട് കൂടിയവനായി, ഇഷ്ടം പോലെയുള്ള രൂപങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകങ്ങളിലെല്ലാം സഞ്ചരിച്ച്, അതായത് ജീവൻ മുക്ത ഈ സാമം ഗാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ? ഹാവൂ 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 എന്ന്. ഹാ ഊ ഹാ ഊ ഹാ. ആശ്ചര്യം ആശ്ചര്യം അത്യാശ്ചര്യം എന്ന് പറയുന്നു. 3 പ്രാവശ്യം അവിടെ പറയുകയാണ്. ബ്രഹ്മൈവ സാമ സർവ അനന്യരൂപം ഗായന് ശബ്ദയന് ആത്മൈകത്വം പ്രഖ്യാപയന്. ആത്മാ ഏകനാണ് എന്നതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകാനുഗ്രഹാർത്ഥം, ലോകാനുഗ്രഹം, ലോകരെ എല്ലാം സമസ്ത ലോകങ്ങളെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി തദ് വിജ്ഞാനഫലം ജ അതീവ കൃതാർത്ഥത്വം ഗായന്, അത് അറിഞ്ഞുകൊണ്ടുള്ളതായ കൃതാർത്ഥതയോടുകൂടി ഏറ്റവും സന്തുഷ്ടനായി പാടുന്നു. ഹാവൂ 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 എന്ന് പാടുന്നു. എങ്ങനെ? ആ പാട്ട് ശ്രദ്ധിക്കുക. അന്നമയാതിക്രമേണ ആനന്ദമയം ആത്മാനോപസംക്രമ്യ ഏതത് സാമഗായൻ ആസ്തേ. ഈ പ്രകാരം അറിയുന്നവൻ അന്നമയാതിക്രമത്തിൽ ആനന്ദമയനായ ആത്മാവിനെ ഉപസംക്രമിച്ച് ഈ താഴെ പറയുന്ന സാമത്തെ ഗാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞുവല്ലോ, സത്യം ജ്ഞാനം എന്നുള്ള ആർക്ക് അത് വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അതിനെ വിവരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു. സോഷ്ണുതേ സർവാൻ കാമാൻ സഹ ബ്രഹ്മണ വിപശ്ചിതേതി എന്ന് പറഞ്ഞു. അപ്പോ ആ ഫലവചനം അവിടെ അർത്ഥം അവിടെ കൂടുതൽ പറഞ്ഞില്ല. എങ്ങനെയാണ് ബ്രഹ്മത്തോടു കൂടെ അവ അനുഭവിക്കുന്നത് എന്നുള്ളതെല്ലാം, ബ്രഹ്മത്തോട് കൂടി എന്ന് പറയുമ്പോൾ ബ്രഹ്മമായി തന്നെ അനുഭവിക്കുന്നു എന്നുള്ളതെല്ലാം പറയണം എന്നാണ് ഈ ആനന്ദവല്ലി ആരംഭിച്ചത്. തത്ര പിതൃപുത്ര ആഖ്യാഖ്യായ പൂർവവിദ്യാശേഷഭൂതായാം തപ ബ്രഹ്മവിദ്യാസാധനമുക്തം. അപ്പൊ പൂർവവിദ്യയ്ക്ക് ശേഷഭൂതമായ ഇവിടെ നേരത്തെ പറഞ്ഞ അച്ഛനും മകനും സംബന്ധിച്ച ഈ ആഖ്യായിക, അതിൽ തപസ് ബ്രഹ്മവിദ്യാസാധനമാണെന്ന് പറഞ്ഞു. തപഃ ബ്രഹ്മവിദ്യാസാധനമുക്തം. പ്രാണാദേഹേ ആകാശാന്തസ്യ ച കാര്യസ്യ അന്നാദത്വേന വിനിയോഗശ്ച ഉക്തഃ. ഇനി പ്രാണൻ മുതൽ ആകാശം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, എല്ലാ കാര്യവസ്തുക്കളും അന്നവും ആണ്, അന്നാദവുമാണ്, ഭോഗ്യമാണ്, ഭോക്താവുമാണ് എന്ന നിലയിൽ അവിടത്തെ ആ വിനിയോഗവും കാണിച്ചു. ഇനി ബ്രഹ്മവിഷയ ഉപാസനാനിച്ച ഏച്ച സർവേ കാമാഹ പ്രതിനീയത അനേക സാധന സാധ്യ ആകാശാദി കാര്യഭേദ വിഷയാഹ ഏതേ ദർശിതാഹ. ഇനി അത് മാത്രമല്ല, ആകാശാദികളായ കാര്യഭേദങ്ങളെല്ലാം കാര്യവസ്തുക്കളാണല്ലോ, ഭിന്ന ഭിന്ന കാര്യങ്ങൾ, അവയെ സംബന്ധിച്ചുള്ളവയും പ്രത്യേകം അനേകം സാധനങ്ങളെ കൊണ്ട് സാധിക്കേണ്ടവയുമായ കാര്യവസ്തുക്കൾ എല്ലാം ഇവിടെ പ്രത്യേകം സാധനങ്ങളെ കൊണ്ട് ഉപഭോഗക്ഷമമാകുന്നവയായ കാമങ്ങളല്ല അവിടെ കാണിക്കപ്പെട്ടു. എന്നാൽ ആത്മാവും ഈശ്വരനും എല്ലാം ഒന്നായിരിക്കുമ്പോൾ കാമങ്ങൾ ഉള്ളവനെന്നുമുള്ള ഒരു വിഭാഗം ഇല്ല എന്ന്. ഏകത്വേ പുനഃ കാമകാമിത്വാനുപപത്തി. കാമം വേറെ, കാമയിതാവ് വേറെ എന്നില്ല. ഭോഗ്യം വേറെ, ഭോക്താവ് വേറെ എന്നില്ല. വേദനം വേറെ, വേത്താവ് വേറെ എന്നുള്ള ഭേദം ഇല്ല. എന്തെന്നാൽ അപ്പോൾ എല്ലാ വക ഭേദങ്ങളും ആത്മാവ് തന്നെ ആയിത്തീരുന്നു. എങ്ങനെ? ഭേദജാതസ്യ സർവസ്യ ആത്മഭൂതത്വാത്. ഇവയെല്ലാം, ഈ ഭേദങ്ങളെല്ലാം, സമസ്ത ഭേദങ്ങളും എല്ലാം തന്നെ ആത്മസ്വരൂപമായതുകൊണ്ട് ഭേദം എന്ന ഒരു വസ്തുത ഇല്ല. തത്ര കഥം യുഗപത് ബ്രഹ്മസ്വരൂപേണ സർവാൻ കാമാൻ ഏവം വിത്ത് സമശ്നുതേ ഇതി ഉച്യത്തെ. സർവാത്മത്വ ഉപപത്തേഹേ കഥം സർവാത്മത്വ ഉപത്തിഹി. അപ്പോ എങ്ങനെയാണ് സർവാത്മത്വം കിട്ടുന്നത് എന്ന് പറഞ്ഞു ഇവിടെ. അതായത് അവിദ്യ കൊണ്ട് ദ്വൈതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വാൻ താൻ തന്നെ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അണിമാതി ഐശ്വര്യങ്ങളെ അനുഭവിക്കുന്ന യോഗികൾക്കുള്ളതായ ആ സിദ്ധികളെല്ലാം വന്നു ചേരും. കാമാന്നത്വം, കാമരൂപത്വം എന്ന് കണ്ട് ഒരുമിച്ച് തന്നെ എല്ലാ വിഷയാനന്ദങ്ങളും അനുഭവിക്കും. ഇങ്ങനെ സർവാത്മത്വം
നമ്മുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ അവസാനത്തിൽ ഇത് തന്നെയാണ് സർവാത്മത്വ വിഭൂതി അണിമാദ്യ അഷ്ടൈശ്വര്യ സിദ്ധി എന്നും പറയുന്ന വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഈ പുരുഷനിലും അതായത് സാധകനിലും ആദിത്യനിലും ഉള്ള ആത്മാവ്, ആ ശക്തി, ആ ചൈതന്യം ഒന്നു തന്നെ എന്ന് കണ്ട് ഉത്കർഷ അപകർഷങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് അവിദ്യാകൽപിതമായ അന്നമയം മുതൽ ആനന്ദമയം വരെയുള്ള ആത്മാക്കളെ ക്രമേണ കടന്ന് സംക്രമിച്ച് അവയെ കടന്ന് സത്യം, ജ്ഞാനം, അനന്തം, അദൃശ്യം മുതലായ ധർമ്മങ്ങളോട് കൂടിയതും അതുപോലെ ആയ സ്വാഭാവിക ആനന്ദ സ്വരൂപം അതിന്റെ ഫലവുമായ ബ്രഹ്മത്തെ പ്രാപിച്ചു. ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് ഇഷ്ടം പോലെ സമൃദ്ധമായ അന്നത്തോടും ഭോഗ്യവസ്തുക്കളോടും ഇഷ്ടം പോലെയുള്ള രൂപത്തോടും കൂടി സർവാത്മാവായി ഈ ലോകങ്ങളെ താനെന്നുള്ള നിലയിൽ അനുഭവിച്ചുകൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നതിന്റെ ഫലമായി ആത്മ ഏകത്വത്തെയും അത് നിമിത്തം ഉള്ളതായ ഉത്കൃഷ്ടമായ ചാരിതാർത്ഥത്തെയും അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ ഭാഷ്യത്തിൽ പറയുന്നത്. സ്വാഭാവികം ആനന്ദം അജം അമൃതം അഭയം അദ്വൈതം ഫലഭൂതം ആപന്ന ഇമാൻ ലോകാൻ ഭൂരാദീൻ അനുസഞ്ചരൻ ഇതി വ്യവഹിതേന സംബന്ധ. കഥം അനുസഞ്ചരൻ? കാമാന്നി കാമത്തോ അന്നമസ്യേതി കാമാന്നി തഥാ കാമത്തോ രൂപാണി അസ്യേതി കാമരൂപി അനുസഞ്ചരന് ഇമാൻ ലോകാൻ ആത്മത്വേന അനുഭവന് കിം ഏതത് സാമ ഗായന്നാസ്തേ സമത്വാത് ബ്രഹ്മൈവ സാമ സർവ അനന്യരൂപം ഗായന് ശബ്ദയന് ആത്മൈകത്വം പ്രഖ്യാപയന് ലോകാനുഗ്രഹാർത്ഥം തദ് വിജ്ഞാനഫലം ച അതീവ കൃതാർത്ഥത്വം ഗായന്. അപ്പൊ ഉത്കൃഷ്ടമായ ചാരിതാർത്ഥ്യം, കൃതാർത്ഥത്വം എന്തിനു വേണ്ടി? ലോകാനുഗ്രഹത്തിനായി അതിനെ പ്രകടപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് സാമത്തെ ഗാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സമമായതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് സാമം, സർവവും താൻ തന്നെ ആയിരിക്കുന്നു എന്ന അവസ്ഥ. കഥം ഹാവൂ 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 എന്ന് അത്യന്ത വിസ്മയം, അത്യന്തമായ ആശ്ചര്യത്തെ കാണിക്കുന്ന ഒരു നിപാതമാണ് ഹാവൂ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഹോ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതാണ് അത്യാശ്ചര്യം. എങ്ങനെയാണ് സാമത്തെ ഗാനം ചെയ്യുന്നത്? അഹമന്നം 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 അഹമന്നാദോ അഹമന്നാദോ അഹമന്നാദഃ. ഞാൻ അന്നമാകുന്നു, ഞാൻ അന്നമാകുന്നു, ഞാൻ അന്നമാകുന്നു. അഹമന്നാദഃ. അന്നത്തെ ഭക്ഷിക്കുന്നവൻ ഞാനാകുന്നു, അന്നത്തെ ഭക്ഷിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറയും. അഹം ശ്ലോകകൃത് അഗഗ് ശ്ലോകകൃത് അഗഹ് ശ്ലോകകൃത്. ആ ഒരു വൈദികമായ ആ ഒരു സ്വരം. അഹം ശ്ലോകകൃത് അഹം ശ്ലോകകൃത് അഹം ശ്ലോകകൃത്. ഞാൻ ശ്ലോകകൃത്താകുന്നു, ഞാൻ ശ്ലോകകൃത്താകുന്നു, ഞാൻ ശ്ലോകകൃത്താകുന്നു. ഇനി അഹമസ്മി പ്രഥമജാർതസ്യ പൂർവം ദേവേഭ്യഃ. ഞാൻ ദേവന്മാർക്ക് മുമ്പുള്ളവനും. ഇനി ഋതസ്യ പ്രഥമജാർതസ്യ, ഋതത്തിന്റെ അതായത് സംസാരത്തിന്റെ പ്രഥമജൻ ആദ്യമുണ്ടായവൻ. അമൃതസ്യ നാ അഭായി, അമൃതത്തിന്റെ നാഭിയും മധ്യവും അസ്മി ആകുന്നു. പൂർവം ദേവേഭ്യോ അമൃതസ്യ നാഭായി യോ മാ ദദാതി സ ഇദേവ മാവാഹ. അഹമന്നമന്നമദന്തമാദ്മി അഹം വിശ്വം ഭുവനമഭ്യഭവാം സുവർണജ്യോതിഃ യേവം വേദ ഇത്യുപനിഷത്ത്. അപ്പോ ഞാൻ അന്നത്തിന്റെ ഈ അമൃതത്വത്തിന്റെ മധ്യമു നാഭിയും, നാഭി എന്ന് പറയുമ്പോൾ മധ്യഭാഗം. ആരാണോ ദദാതി എന്നെ എടുക്കുന്നുവോ സഹ അവൻ ഇപ്രകാരം ദാനം ചെയ്യുന്നതിനാൽ എങ്ങനെ കേടുകൂടാത്ത വിധത്തിൽ മാ അവാഹ അവനെ എന്നെ രക്ഷിക്കുന്നു. അന്നമദന്തം, അന്നത്തെ ഭക്ഷിക്കുന്നവനെ, അന്നത്തെ അതിഥികൾക്ക് കേടുകൂടാതെ തനിയെ ഭക്ഷിക്കുന്നവനെ. അന്നമഹം ഞാൻ ഭക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, അപ്പോഴും ദാനത്തിന്റെ പ്രത്യേകത എടുത്തു പറയുകയാണ്. അഹം വിശ്വം ഭുവനം, ഈ സമസ്തമായ ഭുവനത്തെയും അഭ്യഭവം പരമമായ ഈശ്വര സ്വരൂപത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. അഭ്യഭവം ഉപസംഹരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. സുവർണ ജ്യോതി ആദിത്യനെ പോലെ ആകുന്നു. യഹ
ഏവം വേദ, ഇപ്രകാരം ഈ രഹസ്യത്തെ, ഈ ഉപനിഷത്തിന്റെ രഹസ്യത്തെ, തത്വത്തെ ആരറിയുന്നുവോ അവൻ ഏവം വേദ സുവർണ ജ്യോതി തസ്യ യഥോക്തം ഫലം സിദ്ധ്യതി, അവന് ഈ പറഞ്ഞതുപോലെയുള്ള ഫലം സിദ്ധിക്കുന്നു, സർവജ്ഞനായിത്തീരുന്നു, ജീവൻ മുക്തനായിത്തീരുന്നു എന്ന്. ഇങ്ങനെ അന്നത്തിന്റെയും അന്നം ഭക്ഷിക്കുന്നവന്റെയും സംഘാതത്തെ ഉണ്ടാക്കുന്നത് ഞാനാകുന്നു. ഇതെല്ലാം 3 പ്രാവശ്യം പറയുന്നത് അത്യാശ്ചര്യത്തെ കാണിക്കാനാണ്. ഈ പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായത് ഞാനാകുന്നു. ഞാൻ ദേവന്മാരെക്കാൾ ഞാൻ മുമ്പുള്ളവനാണ്. അമൃതത്തിന്റെ കേന്ദ്രബിന്ദുവും ഞാനാകുന്നു, നാഭയും ഞാനാകുന്നു. അന്നാർത്ഥികളായ ജനങ്ങൾ അന്നമെന്ന് പറഞ്ഞു കൊടുക്കുന്നവരെ എന്നെ രക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കാതെ തനിയെ ഭക്ഷിക്കുന്നവനെ അന്നമായി ഞാൻ ഭക്ഷിക്കുന്നു. ഈശ്വര രൂപത്തിൽ എല്ലാ ലോകങ്ങളെയും ഞാൻ ഉപസംഹരിക്കുന്നു, എന്നിലേക്ക് സ്വീകരിക്കുന്നു. എല്ലാ ലോകങ്ങളും സർവാത്മാവായ എന്നിൽ ലയിച്ച് ഇല്ലാതാകുന്നു. എന്റെ പ്രകാശം സൂര്യനെപ്പോലെ എപ്പോഴും തെളിഞ്ഞ് വിളങ്ങുന്നതാകുന്നു. ഇപ്രകാരം ആരറിയുന്നുവോ അവന് ഈ പറഞ്ഞ ഫലം സിദ്ധിക്കുന്നു എന്ന് ഏവം വേദ ഇത്യുപനിഷത്ത് എന്ന് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നു. ഇതിന്റെ അവസാന ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയോടുകൂടി അടുത്ത ഒരു ക്ലാസ് നമുക്ക് സമാപിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.